എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സ്പോർട്സ് കോട്ട സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ ഉടൻ തന്നെ വന്നേക്കും. അതായത് ഇനി അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ സ്പോർട്സ് കോട്ടയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സ്പോർട്സ് കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു വിദ്യാർത്ഥി സ്പോർട്സ് കോട്ടയെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് ചോദിച്ചതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സ്പോർട്സ് കോട്ട എന്ന് പറയാം. നിങ്ങൾക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡോക്യുമെൻറ്റുകൾ, അതായത് എന്തെങ്കിലും നേട്ടങ്ങൾ, അതായത് സർട്ടിഫിക്കറ്റുകളൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ചുകൊണ്ട് +1ന് നിശ്ചിത സീറ്റ് റിസർവ് ഉള്ളതുകൊണ്ട് തന്നെ ആ റിസർവ് സീറ്റിലേക്ക് അഡ്മിഷൻ നേടുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് സ്പോർട്സ് കോട്ട കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് സ്പോർട്സിൻ്റെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്ക് നിശ്ചിത സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ ക്ഷണിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ അംഗീകാരങ്ങൾ, എന്തെങ്കിലും മികവുകൾ, അല്ലെങ്കിൽ ദേശീയതല മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾ എന്നിങ്ങനെയൊക്കെയുള്ള അതായത് പല വിധത്തിലുള്ള നേട്ടങ്ങൾ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഡോക്യുമെൻറ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, അതായത് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് +1 റിസർവേഷനുള്ള സീറ്റിലേക്ക് പ്രവേശനം നേടാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള അപേക്ഷയാണ് സ്പോർട്സ് കോട്ട അഡ്മിഷൻസ് അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ സെക്കൻഡറിയിലാണ് ഈ ഒരു സ്പോർട്സ് കോട്ടയിലേക്കുള്ള പ്രവേശനം ലഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഹയർ സെക്കൻഡറി വെബ്സൈറ്റ് ആയിട്ടുള്ള dhsckerala.gov.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയും പിന്നീട് നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന ഒരു വിദ്യാർത്ഥി ആണെങ്കിൽ ഇവിടെ സ്പോർട്സ് റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ, അതായത് ഈ ഒരു ആദ്യം തന്നെ നിങ്ങൾക്ക് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കും. സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ. അതുപോലെ അത് നിങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അത് ഇപ്പോൾ ഇനി അതിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റാണ് വരാനായിട്ട് പോകുന്നത്. അതിനുശേഷം ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കും. സ്പോർട്സ് കോട്ട സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷനും അതുപോലെ അപേക്ഷയും ഈ ഒരു ജൂൺ 21 മുതൽ 26 വരെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതുവരെ സ്പോർട്സ് കോട്ടയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിട്ടും രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് സ്പോർട്സ് റാങ്ക് ലിസ്റ്റ് എന്ന് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാകും. ഈ ഒരു ഭാഗത്ത് തന്നെ സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ്, അതുപോലെ തന്നെ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നിങ്ങനെയുള്ള ലിങ്കുകൾ ആ ഒരു സമയത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സപ്ലിമെൻ്ററി ഘട്ടം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് 21 മുതൽ ഈ ഒരു 26 വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട്, സ്പോർട്സ് അച്ചീവ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുവരെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച നേട്ടങ്ങൾ എന്താണ്, അതുപോലെ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകിയ ശേഷമാണ് നിങ്ങളുടെ ആ ഒരു നേട്ടങ്ങൾ എന്താണ് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ നൽകേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ നിങ്ങൾ നേട്ടങ്ങൾ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കും. ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലയിലെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയിക്കൊണ്ട് വിദ്യാർത്ഥികൾ അതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് വെരിഫിക്കേഷൻ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ വെരിഫിക്കേഷൻ ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു സ്കോർ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതും കിട്ടും, ഒരു ഷീറ്റും കിട്ടും. അപ്പോൾ നിങ്ങളുടെ സ്കോർ എത്രയാണെന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതായത് ആ ഒരു സ്പോർട്സ് കൗൺസിൽ ഈ ഒരു വെബ്സൈറ്റ് വഴി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾ ആ ഒരു ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഓഫീസിൽ പോയി അത് വെരിഫിക്കേഷൻ ചെയ്ത് സ്കോർ കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഭാഗത്ത്, അതായത് ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക്, അതായത് HSCAPൻ്റെ ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾക്ക് സ്പോർട്സ്, അത് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിനുശേഷം ബാക്കിയുള്ള നിങ്ങളുടെ SSLCയുടെ രജിസ്റ്റർ നമ്പർ, സ്കീം, അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ പാസ് ഓഫ് മന്ത്, ഇയർ ഓഫ് പാസ്, അതായത് ഇയർ ഓഫ് പാസ്, മന്ത് ഓഫ് പാസ്, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇതൊക്കെ നൽകി നിങ്ങൾ അപേക്ഷ നൽകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് അക്ഷയ വഴിയോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ അപേക്ഷ നൽകുന്നതിനും അതുപോലെ ആവശ്യമായിട്ടുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് വെക്കാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ട് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ഒരു ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്പോർട്സ് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ തന്നെ എഴുതി വെക്കാനായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യാനായിട്ട് ഈ ഒരു കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ ഏത് ജില്ലയിലേക്കായിരുന്നു നിങ്ങൾ അപേക്ഷിച്ചത് അതും നിങ്ങൾക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ അപേക്ഷ ഫൈനലായിട്ട് കൺഫേം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നൽകി അതുപോലെ റിസർവേഷൻ ഉണ്ടെങ്കിൽ മറ്റ് റിസർവേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ സമർപ്പിക്കുകയും ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി വരാൻ പോകുന്നത് സെക്കൻഡ് അലോട്ട്മെൻ്റ് ആണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് ഉണ്ടാകുന്നത് ഏകദേശം ഈ ഒരു ജൂൺ 21 മുതൽ 21 സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക.
അപ്പോൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു ഘട്ടത്തിൽ രജിസ്ട്രേഷൻ ചെയ്യും. സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റുകൾ വഴി, അത് സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് ഏകദേശം 2 എണ്ണമാണ് ഉണ്ടാവുക. അപ്പോൾ അതിൽ പങ്കെടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു സ്പോർട്സ് കോട്ട വഴി അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നുള്ള ലിങ്ക് വഴി നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അത് സ്പോർട്സിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയാണ് സ്പോർട്സ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ഒരു ജില്ല എന്നിവ സെലക്ട് ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യും. അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ സാധാരണ വരുന്ന ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ഈ സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പോർട്സ് കോട്ടയിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ കൂടി നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ മാറുന്നതിനും അതായത് സ്കൂൾ കോഴ്സ് മാറുന്നതിനും അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്താണ് സ്പോർട്സ് കോട്ട, അതുപോലെ എങ്ങനെയാണ് അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിലും മെറിറ്റ് കോട്ടയിലും അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് എവിടെയാണോ അഡ്മിഷൻ നേടാൻ താല്പര്യപ്പെടുന്നത് അതിനനുസരിച്ച് പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടാതിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുന്നതായിരിക്കും. കാര്യം കൂടി വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സ്പോർട്സ് കോട്ടയുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രോസ്പെക്ടസിൽ നൽകിയിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ, അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ അഡ്മിഷനായിട്ട് പോകുമ്പോൾ സാധാരണ വേണ്ട ഡോക്യുമെൻറ്റുകളോടൊപ്പം തന്നെ സ്പോർട്സ് കോട്ടയിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നൽകിയിട്ടുള്ള ആ ഒരു ഒറിജിനൽ ഡോക്യുമെൻറ്റ് കൂടി കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.